ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടിരിക്കുന്നു എന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുളവാക്കുന്നതാണ്. കാരണം പോലീസ് സേന എന്ന് പറയുന്നത് നിയമപരമായി തോക്കുൾപ്പെടെ എല്ലാവിധ ആയുധങ്ങളും കയ്യിലുള്ള ഒരു സേനയാണ്. RSS ആവട്ടെ ഹെഡ്ഗേവാർ, സവർക്കർ, ഗോൾവൽക്കർ എന്നിവരുടെ ആദർശത്തിലും ആശയത്തിലും കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പ്രസ്ഥാനവും. നമ്മുടെ നാട്ടിൽ കൊള്ളിവെപ്പ്, കലാപം, വർഗീയ ലഹളകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ചുമതലയാണ് ADGPക്കുള്ളത്. ആ ADGPയാണ് RSS നേതാക്കളെ കാണുന്നത്. ഈ RSS നേതാക്കൾ എന്താണ് അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ കാണുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്നത്. ഇത് സവർക്കർ എഴുതിയ ഒരു പുസ്തകമാണ്, ഭാരത ചരിത്രത്തിലെ 6 സുവർണ കാലഘട്ടങ്ങൾ. ഇതിലെ 229 പേജിൽ അദ്ദേഹം എഴുതിയത് നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാം. ഭാരത ചരിത്രത്തിലെ 6 സുവർണ ഘട്ടങ്ങൾ, സവർക്കർ എഴുതിയ ഗ്രന്ഥം. ഇതിൻ്റെ 229 പേജിൽ പൂർവികരുടെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട്, കടിക്കാൻ വരുന്നത് ആൺ പാമ്പായാലും പെൺ പാമ്പായാലും തല്ലിക്കൊല്ലണം. മുസ്ലിം സ്ത്രീകൾ കാണിച്ച അക്രമങ്ങൾ കൊണ്ടാണ് വളരെയധികം ഹിന്ദു സ്ത്രീകൾ ധർമ്മഭ്രഷ്ടരായത്, ചാരിത്രം നഷ്ടപ്പെട്ടത്. അപ്രകാരം രാക്ഷസീയമായ അക്രമം പ്രവർത്തിച്ച മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീ എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനയ്ക്ക് അർഹതയില്ലാത്തതാണ്. കണ്ടല്ലോ, ഇത് പറഞ്ഞ സവർക്കറുടെ ആശയക്കാരായ RSSനെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP കണ്ടിരിക്കുന്നത്. ഇത് RSSന്റെ മറ്റൊരു ഗ്രന്ഥം, 2ാം സർസംഘ് ചാലകായ ഗോൾവാൽക്കർ എഴുതിയ ഗ്രന്ഥം. ഇതിന്റെ 267 പേജിൽ ആന്തരിക ഭീഷണികൾ എന്ന അധ്യായത്തിൽ 1ാമത് പറയുന്നത് മുസ്ലിങ്ങൾ, 2ാമത്തേത് ക്രിസ്ത്യാനികൾ, 3ാമത്തേത് കമ്മ്യൂണിസ്റ്റുകൾ. അപ്പൊ മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന RSSന്റെ നേതാക്കളെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ കാണുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതല്ലേ? അപ്പൊ ഇത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആരാണോ അവരന്വേഷിക്കേണ്ടതല്ലേ? അപ്പൊ അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം, ഇത് അന്വേഷിക്കുക എന്നുള്ളത്.